അപ്പോൾ ആ പ്രദേശത്തു നിന്നൊക്കെ നമ്മൾ സൈക്കിൾ തള്ളി ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ വ്യക്തമായി കാണാൻ പറ്റും. മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. ഒരു പ്രദേശത്ത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു. മലയുടെ മുകൾ ഭാഗങ്ങൾ ചില ഏരിയയിൽ മാത്രം ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന പ്രയത്നത്തിൻ്റെ ഫലമായി അവരുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള തേയിലക്കൃഷിയൊക്കെയാണ് നടക്കുന്നത്. മേളിൽ മഴക്കാറൊക്കെ കയറി കിടപ്പുണ്ട്. 2 പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാം. ക്യാമറയിൽ വ്യക്തമാണോ എന്നറിയില്ല. അവർ കുറേ നേരമായിട്ട് വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഞാൻ കയറി വരുമ്പോഴെല്ലാം കണ്ടായിരുന്നു. ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ കയറി വരുവാണ് ചെയ്തത്. അങ്ങ് താഴെ നിന്നാണ് കയറി വന്നത്. ഇതിൻ്റെ അപ്പുറത്തെ മലയിൽ നിന്നാണ് ആ കാണുന്ന മലയൊക്കെ ഇറങ്ങിയാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ അപ്പുറത്തെ മലയിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയത്. ക്ഷേത്രം അങ്ങ് മുകളിലാണ്. അപ്പോൾ മനോഹരമായി മലനിരകളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ മുകളിലേക്ക് പോവുകയാണ്. കോട്ടമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. കുറച്ച് നേരമായിട്ട് കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. കാരണം രാവിലത്തെ ആ നല്ല തണുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വെയിൽ തെളിഞ്ഞുകൊണ്ട് അവൾ നല്ല ഉറക്കത്തിലാണ്. ഇതാ നമ്മുടെ സൈക്കിൾ അവിടെയുണ്ട്. കാറ്റടിക്കാതിരിക്കാൻ ആ ഒരു തോർത്ത് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. അവളെ തോർത്തുന്ന തോർത്താണ്. അത് കഴുകി വിരിച്ചിട്ടിട്ടുണ്ട്. അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. കുഞ്ഞിക്ക് വലിയ ചൂടടിക്കുകയോ ഇല്ല. തണുപ്പത്ത് അവൾ നല്ല സൂചിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിളൊക്കെ വലിയ കുഴപ്പമില്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഉപ്പുതറയോ വല്ലതും ചെല്ലുമ്പോൾ ഫ്രണ്ടിലത്തെ ടയർ കൂടി ഒന്ന് മാറണമെന്നുണ്ട്. കാരണം അതിൻ്റെയും കാലാവധിയൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ബ്രേക്കൊക്കെ ഇച്ചിരി മുറുക്കണം, അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ മാറണം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരുമാതിരി പാണ്ടക്കെട്ട് പോലെയുണ്ട്. കാരണം എപ്പോഴും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേ പേരുണ്ട്. അവർ നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്നറിയില്ല. പട്ടിക്കുട്ടി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അവരേതൊക്കെയായാലും വഴി തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഇനി എന്നെ കാണിക്കാൻ പോകുന്നതെന്നറിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. മാറേ മാറ 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 എല്ലാവരും മാറുന്നുണ്ട്. എനിക്ക് സൈഡ് തന്നിട്ടുണ്ട് എല്ലാവരും. അപ്പോഴത്തെ അവരെയൊക്കെ ഒഴിവാക്കി നമ്മൾ മുമ്പോട്ട് കയറുവാണ്. കുഞ്ഞ് ചെറുതായിട്ട് അവരെ ഒന്ന് വരട്ടി. അപ്പോഴത്തെ മേളിലോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോട്ടമലയുടെ ഏകദേശം മുകൾ ഭാഗത്തേക്ക് എത്തുകയാണ്. അങ്ങകലെയൊക്കെ വലിയ ബിൽഡിങ്ങുകൾ കാണാം. കോളേജോ റിസോർട്ടോ ഹോട്ടലോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോഴത്തെ നമ്മൾ വന്ന ഒരു അമ്പലം നമ്മൾ കണ്ടായിരുന്നു. അത് ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും അങ്ങകലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ആ വഴിയൊക്കെയാണ്, അതാണ് ഇവിടുത്തെ റേഷൻ കട ആ അങ്ങകലെ കാണുന്നത്. ഈ വഴിയൊക്കെ ഇറങ്ങി അങ്ങറ്റത്ത് പോയി അവിടെയൊക്കെ കയറി ഈ മലയും കയറിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വീടുകളുണ്ട്. കാരണം ഇത് കണ്ടോ, ലൈൻ കമ്പി പോകുന്നത് കാണാം. അപ്പോഴത്തെ ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് അങ്ങ് താഴെ ആൾക്കാർ തേയില നുള്ളുന്നതൊക്കെ കാണാം. കൊലാറ്റത്തിനുള്ള റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉളുപ്പുണ്ണി നീർത്തട പദ്ധതിയുടെ ഏരിയ ആണിത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വാഗാലാൻഡ് വാട്ടർഫോൾസ് എന്നും പറഞ്ഞുകൊണ്ടൊരു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ.
അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ നദി ഒഴുകി വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതാ നമുക്കിവിടെ കാണാം, പാറക്കെട്ടുകളാണ് മൊത്തം. താഴെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാം. അവിടെ നമ്മുടെ ടവർ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുവലേറ്റത്തിനുള്ള റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 4 കിലോമീറ്ററൂടെ ഉള്ളൂ കുവലേറ്റത്തിന്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് 2 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാനിതുവഴി താഴോട്ടൊന്ന് നടന്നു വരുമ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അങ്ങകലെ മലനിരകളൊക്കെ കാണാം. അത് മൂലമറ്റത്തിനുള്ള റോഡ് പോകുന്ന ആ സൈഡിൽ കൂടിയാണ്. ഇവിടുന്ന് പുതിയ റോഡ് മൂലമറ്റത്തിനുണ്ട്. അതുവഴി കയറി പോകണമെന്നുണ്ട്. അതുവഴി കയറിപ്പോയാൽ നമുക്ക് ഇടുക്കിയിലേക്ക് നേരിട്ട് ചെല്ലാം. ഇതാ ഇവിടെ നമ്മളിങ്ങനെ ഈ വളവ് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. ഉള്ളിലേക്ക് കയറി വന്നതാണ്. ഇതുണ്ടോ, കൊള്ളുവെള്ളം പാകത്തിലായ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ. അതിൻ്റെ അപ്പുറം ഒരു ഇതാണ്. അപ്പോൾ ഈ വഴി താഴോട്ട് ഇറങ്ങിപ്പോയാലാണ് ഇവിടെ താഴെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ഓഫ് റോഡേഴ്സ് വന്നിട്ട് താഴോട്ട് പോകുന്നതെല്ലാം ഈ വഴിക്കാണ്. ഇതാ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് കാഴ്ചയിലെത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ മല മുഴുവൻ തേയില മനോഹരമായിട്ട് തന്നെ സംരക്ഷിച്ചു പോകുന്ന തേയിലയാണ്. അപ്പോൾ ശരി, ഞാൻ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കുവലേറ്റത്തേക്കുള്ള വഴി കയറി വരുവാണ്. കുവലേറ്റത്തേക്കുള്ള വഴിയാണ് കയറി വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് കാണാം മനോഹരമായ, ഞാൻ ഈ മനോഹരം എന്ന് പറഞ്ഞ് കുറേ ഇതായി. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോഴത്തെ ഇവിടെയൊക്കെ തേയില കൊളുന്ത് നുള്ളിയതിന് ശേഷമുള്ള ഏരിയയാണ്. അവിടെ ആ ഇളം പച്ച കളറിൽ കാണുന്നത് കൊളുന്ത് നുള്ളാനുള്ളതാണ്. അപ്പോൾ ഈ മലയിൽ മാത്രമേ കുറച്ച് തേയിലത്തോട്ടം ഞാനിപ്പോൾ കണ്ടുള്ളൂ. മുകളിലോട്ടെല്ലാം തേയില പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആരും സംരക്ഷിക്കുന്നില്ല. അപ്പോഴത്തെ നമ്മൾ വന്ന വഴിയൊക്കെ അവിടെ ആ ഭാഗങ്ങളിലാണ്. അങ്ങനെ അവിടെ ഒക്കെ ഇറങ്ങിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ആ അമ്പലം ഇപ്പോഴും നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി കുവലേറ്റത്തിന് പോവുകയാണ്. കുവലേറ്റത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ട്രക്കിംഗ് ഏരിയ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ അവിടെ ഇന്ന് സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ആകുമ്പം ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ് മനോഹരമായ ഇടുക്കിയുടെ കാഴ്ചകളിലൂടെ. ഇത് വേണ്ട, കോടയൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ്. നല്ല തെളിമയുള്ള ഒരു ദിവസമാണ്. രാവിലത്തെ ഒരു കോടയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ രാത്രിയിൽ എന്താ അവസ്ഥയെന്നറിയില്ല. അങ്ങ് അകലെയുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ തേയില കൃഷികളൊക്കെ ഉണ്ട്. അപ്പുറത്ത് പുൽമേടാണ്. ഇതൊക്കെ പുൽമേടായിട്ട് കിടക്കുകയാണ്. ഈ സമയത്തേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ മനോഹാരിത ദർശിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വേനൽക്കാലം ആകുമ്പോൾ ഇത് മുഴുവൻ കരിഞ്ഞുണങ്ങുന്ന പുൽമേടുകളായി മാറും. അപ്പോൾ നമ്മുടെ യാത്ര മുൻപോട്ട് പോവുകയാണ്. ഇത് ഓഫ് റോഡിങ് ചെയ്യുന്ന ജീപ്പുകൾ വന്നു ചേരുന്ന സ്ഥലമാണ്. പണ്ട് ഇതിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ബൈക്കിൽ വന്നാലും വളരെ കഷ്ടപ്പെട്ടാണ് വരേണ്ടിയിരുന്നത്. ഇതിപ്പോൾ ഉളുപ്പുണിയിലെ ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമുക്ക് തള്ളിക്കയറ്റി അവിടെ ചെല്ലാം. അവിടെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് വല്ലതും കുടിച്ചിട്ട് പോവാം. കടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാ സംഭവം എന്നറിയില്ല. കടയാണെന്ന് തോന്നുന്നു. ജീപ്പുകളൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. കണ്ടോ, ഉളുപ്പുണ്ണി ഓഫ് റോഡേഴ്സിൻ്റെ ഒരു ഏരിയയാണിത്. അവിടെ ഉണ്ട് കേട്ടോ ശാനകുമാരന്മാർ. നോക്കട്ടെ തള്ളിക്കയറ്റാവും. കയറിയല്ല, ഈ സൈഡിൽ വെക്കാം. സൈഡിൽ വെച്ചിട്ട് പതിയെ കുഞ്ഞിനെ ഇറക്കാം. ശ്വാനകുമാരനുണ്ട്. പോയിട്ട് ഒരു ചായയോ എന്തെങ്കിലും ഒക്കെ കുടിക്കാമെന്ന് വെക്കാം. ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിക്കാം. ശ്വാനന്മാരൊക്കെ ധാരാളം ഉണ്ട്. അതാണ് നമ്മുടെ പേടി. ആ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ് ആ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ആ കാണുന്ന റിസോർട്ട് നമ്മുടെ നാട്ടുകാരൻ്റെയാണ്.
അതിൻ്റെ അപ്പുറത്താണ് ജോസിയേട്ടൻ്റെ വീട്. ഞാനവിടെ കുറേ കാലം അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്, വെൽഡിംഗ് ആയിട്ടും പ്ലംബിംഗ് ആയിട്ടും വയറിംഗ് ആയിട്ടും ഒക്കെ. അപ്പോൾ ഈ മലയുടെ അപ്പുറത്താണ് ആ സ്ഥലം. അപ്പോഴത്തെ ജോസിയേട്ടൻ്റെ പറമ്പാണ് ആ കാണുന്നത്, ആ വീട്. അപ്പോൾ ഈ വഴിക്കൊക്കെ ഞാൻ അന്ന് എക്സ്പൾസിൽ ഓഫ് റോഡ് അടിച്ചിട്ടുള്ളതാണ്. അതായത് ആ കാണുന്ന വഴികളിലൂടെയൊക്കെ നമ്മൾ ഓഫ് റോഡ് അടിച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. അവിടുന്ന് നേരെ നമുക്ക് അപ്പുറത്ത് ഉപ്പുതറ റോട്ടിലോട്ട് ആ വഴിയെ കയറി പോകാവുന്നതാണ്. അപ്പോഴത്തെ കോട്ടമലയിൽ നിന്ന് നമുക്ക് റിസർവോയറൊക്കെ കാണാം. അങ്ങറ്റത്ത് നമ്മൾ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ്. നമ്മൾ താഴോട്ട് ചെല്ലുമ്പോഴും നമുക്ക് റിസർവോയർ കാണാൻ പറ്റും. കട്ടപ്പന കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിലും റിസർവോയർ തന്നെയാണ്. അപ്പോൾ രാവിലെ വാഗമണ്ണിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ നമ്മളിങ്ങേ അറ്റം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തെ കുഞ്ഞിപ്പെണ്ണ് തുള്ളിക്കളിച്ച് നടക്കുകയാണ്. അവൾക്ക് വേറെ ഒരു പണിയില്ല. അവൾ രാവിലെ തൊട്ട് എടി ഇനി വന്നേ, എന്നാ എടി പെണ്ണേ, എന്നാ ഓ എക്സർസൈസിൻ്റെ ഒരു ആളാണ് ഇവൾ. ഓ എനിക്ക് വയ്യ, ഏതൊക്കെ ടൈപ്പിലുള്ള എക്സർസൈസാണ് ചെയ്യുന്നതെന്ന് നോക്കി. ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്താൽ നടുവിൻ്റെ കണ്ണിയാകലും. എടി പെണ്ണെ 8 പോമറേനിയൻ സൈബീരിയ. കുഞ്ഞി ആണ്ട് വിളിക്കുന്നു. കുഞ്ഞിക്ക് വീണ്ടും ഫാൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ? കൊല്ലത്ത് എവിടെയാ? കാവനാട്. ആ ചവറ എടുത്തല്ലേ. ഞാൻ ആ റൂട്ടെല്ലാം കഴിഞ്ഞ മാസം ആ മഴയത്ത് ഉള്ള ഹാർബറിൽ മുഴുവൻ കിടപ്പായിരുന്നു. നീണ്ടകരയിൽ അപ്പുറത്തല്ല, ശക്തികുളങ്ങര എല്ലാ ഹാർബറും കയറി ഇറങ്ങിയാ വന്ന്. ഇനി അവിടുന്ന് ആ ഓച്ചറയ്ക്ക് ജോപ്പൻ്റെ യാത്ര. ജിയോ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ ആ റിസോർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ജിയോ എടുത്തത്. അപ്പോഴത്തെ നമ്മൾ കുവലേറ്റം കയറി വന്നതാണ്, കുവലേറ്റത്തോട്ട് പോവുകയാണ്. ഇതൊക്കെ പണ്ട് പ്ലാന്റേഷനായിരുന്നു, അത് മുഴുവൻ നശിച്ചു പോയി. MMJ ഗ്രൂപ്പിൻ്റെ ഏരിയ ആണ്. MMJ ഗ്രൂപ്പിൻ്റെ തേയിലത്തോട്ടങ്ങളായിരുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള തേയിലകൾ മാത്രമേ കാണാനുള്ളൂ. ആ താഴെ കാണുന്നതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എസ്റ്റേറ്റുകളൊക്കെ വളരെ കുറവായി തുടങ്ങി. അപ്പോൾ ശരി, ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഉള്ള നേരത്ത് നമുക്ക് അടുത്ത പള്ളി പിടിക്കാം. അതിനിടയ്ക്ക് ജോസിയേട്ടൻ്റെ നമ്പർ ഒന്ന് ഒപ്പിക്കണം. കുഞ്ഞി അപ്പോൾ തീറ്റയൊക്കെ തിന്നാണ്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് പേടിക്കണം. വേണോ? ഇനി അവൾക്ക് ബിസ്ക്കറ്റ് വേണം. ബിസ്ക്കറ്റ് പോരെ? ബിസ്ക്കറ്റ് മതിയോ? മുട്ട, ബിസ്ക്കറ്റ്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റേ ഉള്ളൂ. മറ്റേ ബിസ്ക്കറ്റ് ഞാൻ തീർത്ത് തരാവേ.
കോട്ടമലയിൽ ക്യാമ്പിങ് ചെയ്യാം. പക്ഷേ വൈകുന്നേരത്തെ മഴ എങ്ങനെയാണെന്നറിയില്ല. പോരാത്തതിന് നല്ല ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് ഇടി വെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വിടുന്നത്. വേറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളിവിടെ തങ്ങിയതിന്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ സമയം ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് നമ്മുടെ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. അതിനിപ്പം താഴെ നമുക്ക് ആളെ നോക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആളെ കിട്ടുവാണെങ്കിൽ അവിടെ തങ്ങാം, അല്ലെങ്കിൽ നമുക്ക് നേരെ പോവാം. താഴെ JCB ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് പണിയൊന്നും നടക്കുന്നില്ല. ശരി. ഇല്ല, ഞാൻ 5-ാമത്തെ ഇല്ല. ഇപ്പോൾ 4 കിലോ കഴിഞ്ഞു. 4 കിലോ കഴിഞ്ഞു. ഇതുവഴി എറണാകുളം മൂന്നാർ പോയി 40 കിലോ ഉണ്ട് പുറകിൽ വെയിറ്റ്. പിന്നെ ഞാനിവിടെ കയറുമ്പോൾ ഓക്കെ. ഉണ്ട്. അപ്പോഴത്തേ നമ്മൾ കൊല്ലത്ത് തടി കയറ്റുന്ന ആൾക്കാരെ കണ്ടു. ഇപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും തടി കയറ്റുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടൻസ് ലൂസടി. ലൂസടി. ഇനി ഇവിടെ മൊത്തം കറങ്ങണം. നേരെ താഴെ ഇറങ്ങി ഉപ്പുറയ്ക്ക് പോയിട്ട് അപ്പൊ ശരി, ഞാൻ പതിയെ പോവാ. ഇമ്മാതിരി യാത്ര, ഊട്ടിനൊരു പട്ടിയും.
അപ്പം നമ്മൾ താഴോട്ട് ചവിട്ടുവാണ്. ആരാണത്? ആരോ അതിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോയല്ലോ.